ഓർക്കുക, ഒരാളുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായി രഹസ്യമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ പേരാണ് ഷിഹ്ർ. അതായത് ഒരുപക്ഷെ അവൻ യാത്രക്കാരനായിരിക്കും, ഇനി യാത്ര പോവേണ്ടതില്ല. ഒരുപക്ഷെ അവൻ മറ്റുള്ള മേഖലയിൽ തിളങ്ങുന്നവനായിരിക്കും, ഇനി അവൻ തിളങ്ങേണ്ടതില്ല, അവനൊന്നും തകർന്നു പോവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേര് അത് ഏറ്റവും വലിയ വൻ പാപമാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, അതിൻ്റെ പ്രത്യാഘാതം മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു കാണിച്ചു തന്നിട്ട് മാത്രമേ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്ത് സൂക്ഷ്മതയോടെ കൂടി ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് മക്കളിലൂടെയോ മക്കളിലൂടെയോ ഒക്കെ ഇതിൻ്റെ പ്രത്യാഘാതം നമ്മളെ തേടി വരും. അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ. ഒരാളുടെ ശാരീരിക അവയവത്തിനോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഉയർച്ചയ്ക്കോ തുരങ്കം വയ്ക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അത് വലിയ ദുരന്തമായി തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് ഒരാളെ വേദനിപ്പിച്ചിട്ട് നേടാമെന്ന് വ്യാമോഹിച്ച് മുന്നേറുന്നു എങ്കിൽ അതും ഓർത്തു വെച്ചോ, അതൊരു വലിയ ദുരന്തമായി ചെയ്യുന്ന പ്രവൃത്തിയിൽ തിരിച്ച് ലഭിക്കുമ്പോൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന